ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേദപുസ്തകം പറയുന്നു, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ, അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഈ ഭൂമിയിലെ ജീവിതം, പ്രവാസം, ഈ ഭൂമിയിൽ നിത്യഭവനത്തിൽ നിന്ന് പ്രവാസികളായി ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. നിത്യഭവനം സ്വർഗമാണ്. പ്രവാസകാലം, ഭൂമിയിലെ ജീവിതകാലം, ഈ ഭൂമിയിലെ ജീവിതകാലം നിങ്ങൾ ഭയത്തോടെ കഴിച്ചുകൊള്ളണം. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ജീവനുള്ള ദൈവം ന്യായം വിധിക്കും. മുഖപക്ഷം ഉണ്ടാവില്ല. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥൊരു കാര്യത്തിൽ പോകുന്നു, ചീത്ത പ്രവൃത്തിയിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ അഴുക്കായ ജീവൻ നയിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിന് വെളിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ പഠിത്തമൊക്കെ എന്നോടൊക്കെ ചോദിച്ച് സംസാരിച്ചു. നിനക്ക് പാവം വന്നല്ലോ, പാവം പറ്റിയല്ലോ. അവനൊന്നും ഞെട്ടി. ഞാൻ പറഞ്ഞു, മോനെ നീ വലിയ പാവത്തിൽ കുടുങ്ങിപ്പോയല്ലോ. കർത്താവിനെ കാണിച്ചു തന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. വലിയ പാവം വന്നല്ലോ. ഓ സാറേ, നീ പ്രകടമായ പാവത്തിൽ പോയില്ലേ? പ്രകടമായ വിചാരത്തിൽ പോയില്ലേ? അവൻ തല താഴ്ത്തി. നീ പ്രകടമായ പാവത്തിൽ പോയില്ലേ? ഓ സാറേ. ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് പഠിക്കുന്നൊരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറയുന്നത്. പ്രകടമായ പാവത്തിലേക്ക് പോയി. ഇവിടെയോ കൂട്ടായ്മയിൽ സ്ഥിരം വരുമായിരുന്നു. ഒരു വലിയ തീരുമാനമൊക്കെ എടുത്തു. ഞാൻ പറയട്ടെ, ഇങ്ങനെ അനേകം ആളുകൾ പാവത്തെ നല്ല തേൻ പോലെ കുടിക്കുന്നവരുണ്ട്. പാപത്തെ കുടിക്കുന്നവർ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ, എല്ലാം വെളിപ്പെടും ഒരു ദിവസം. എന്തിന്? ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പാപം ഉണ്ടായി എന്നുള്ളത് ഞാനിങ്ങനെ അറിയുന്നത്. എന്നെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞു. എനിക്ക് കാണിച്ചു തന്നു. എല്ലാം കാണിച്ചു തരണമെന്നില്ല. അവൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ തിരുസന്നിധിയിലെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നത് എനിക്ക് കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നാൾ മുമ്പ്, വർഷങ്ങൾ മുമ്പ് ഒരു സ്ത്രീ വന്നു. അവൾ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. എന്നെ കാണാനായിട്ട് വന്നു. നാട്ടിൽ വന്നപ്പോൾ, അവളുടെ വീട്ടിൽ വന്നപ്പോൾ, തെക്കങ്ങാട്ട വീട്, അവളുടെ ബന്ധപ്പെട്ട ആരോ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വന്നു, സംസാരിച്ച് വന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. നല്ല താല്പര്യത്തോടെയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കണം, പാവം കൂടെ ജീവിക്കണം തീരുമാനമുണ്ട്. പക്ഷേ പല പാവങ്ങൾ വന്നു പോയല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നെ അവൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. വന്നുപോയ പാപങ്ങൾ ഓരോന്നും പറയാൻ തുടങ്ങി. ഞാനെല്ലാം കേട്ടു. അവസാനം ഞാൻ പറഞ്ഞു, ശരി, എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ക്ഷമിക്കൂടാത്തൊരു പാവം ഉണ്ടല്ലോ. അല്ല സാറേ, ഞാൻ എല്ലാം പറഞ്ഞു. എനിക്ക് ഓർമ്മയിലുള്ള പാവങ്ങളെല്ലാം പറഞ്ഞു. അല്ല, നിങ്ങളുടെ കയ്യിൽ അനധികൃതമായി നിങ്ങളുടേതല്ലാത്ത ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ല സാറേ, ഞാൻ ആരുടെയും അപഹരിച്ചിട്ടില്ല, ഞാൻ പൈസ അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യില്ല, എനിക്കതിൽ നിഷ്ഠയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, പക്ഷേ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു നിങ്ങളുടെ പേരിൽ പൈസയുടെ കാര്യത്തിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ കുറേ നേരം ചിന്തിച്ചിരുന്നു കേട്ടോ. ആത്മാർത്ഥയോടെ വന്നത്. കുറേ നേരം ചിന്തിച്ച് കഴിഞ്ഞു. പറഞ്ഞു, സാറേ, ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നു, അതാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഇൻ്റർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടാറുണ്ട്. ഞാൻ ട്രാൻസ്ഫർ പോയപ്പോൾ സ്റ്റാഫ് എനിക്ക് ഒരു റെമ്യൂണറേഷൻ തന്നു. എനിക്കൊരു സമ്മാനമായിട്ട് കുറച്ച് രൂപ തന്നു. അതാണോ? നോ, അല്ല, അതല്ല. ഞാൻ പറഞ്ഞു, അതല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മുഖത്തപ്പെടട്ടെ. സ്തോത്രം. പിന്നെ കുറെ കഴിഞ്ഞ് അവൾ പറഞ്ഞു, സാറേ, എൻ്റെ ഓഫീസിൽ ഒരു ലൈസൻസിന് വേണ്ടി 2 ലേഡീസ്, സന്നദ്ധ സംഘടനയിൽ സാധുജന സേവനം എന്നൊക്കെയുള്ള ധാർമ്മികമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന 2 സ്ത്രീകളാണ്, വന്നു. ലൈസൻസിന് വേണ്ടി വന്നതാണ്. ഞാനതെല്ലാം ശരിയാക്കി കൊടുത്തു, എഴുതി കൊടുത്തു. അവർ പോയി. അവർ ട്രെയിനിലാണ് വന്നതെന്ന് എനിക്കറിയാം. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് അവരുടെ ഹാൻഡ് ബാഗ് എൻ്റെ മേശപ്പുറത്തിരിക്കുക. അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളും ഞാൻ വിചാരിച്ചു. വന്നില്ല. 3 ദിവസം എൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്നു.
പിന്നെ ഞാൻ എടുത്ത് എൻ്റെ സേഫിനകത്ത് വെച്ചു, ഓഫീസിൽ സേഫിനകത്ത് വെച്ചു. എപ്പോൾ വന്നാലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവർ വന്നില്ല. വേണമെങ്കിൽ എനിക്ക് അവരുടെ സ്ഥാപനത്തിലേക്ക് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നു, നിങ്ങളുടെ ബാഗ് ഇടവില്ലെന്ന് പറയിക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല, ഒന്നുള്ളതിലെന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്ക് അതിൽ നിന്ന് എന്തുണ്ടെന്ന് ഞാൻ നോക്കി പോലുമില്ല. എനിക്ക് ആഗ്രഹമില്ലല്ലോ, അതുകൊണ്ട് നോക്കിയില്ല. പക്ഷേ സാറേ, ഇത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്ന് കുറച്ച് രൂപയുടെ ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അവർ വരുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. ഞാൻ ആ ബാഗ് തുറന്ന് നോക്കി. ഇറ്റ് വാസ് എ ഹ്യൂജ് എമൗണ്ട്. അത് വലിയ തുകയായിരുന്നു. ഞാനത് എടുത്തു, എൻ്റെ ആവശ്യത്തിന് എടുത്തു. വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ വന്നില്ല. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നൊരു പാവമാണ്. അവിടെ നിങ്ങളുടെ ഓഫീസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ വീട് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ജോലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഉയർന്ന ഒരു ലൈസൻസ് കൊടുക്കത്തൊക്കെ വേണം, ഉയർന്നൊരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു ഇത്രയും വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ വന്നു പോയിട്ടുണ്ടെന്ന്? കർത്താവിൻ്റെ സന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, എന്താ അതിന് പോംവഴി വരുത്തിയേ പറ്റൂ. സാറേ, ഞാൻ എന്ത് ചെയ്യണം? അവരെ കണ്ടുപിടിച്ച് കൊടുത്തേ പറ്റൂ. അല്ല സാറേ, ഞാൻ ആ സ്റ്റേറ്റിൽ നിന്ന് മാറി ഇപ്പോൾ വേറെ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ എനിക്ക് അവരുടെ അഡ്രസ്സോ നമ്പറോ ഒന്നുമില്ല. അവർ തന്നെയാണോ ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരെന്ന് എനിക്ക് അറിയണോടാ. ഞാൻ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ലെഫ്റ്റ് യു. നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കാം. അത് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. എങ്ങനെയും നിങ്ങളുടെ തലയിൽ നിന്ന് ആ ചുമട് ഒഴിവാക്കിക്കൊള്ളണം. അതൊരു വലിയ കടമാണ് നിങ്ങളുടെ തലമേൽ. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ വീതി കരയാൻ തുടങ്ങി, ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊരു പാവമായിട്ട് വരുമെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് ക്ഷമിച്ചു തരണമേ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയി അവരുടെ ആ സ്ഥാപനം എവിടെയാണ്, എന്തുണ്ട്, എങ്ങനെയാണ് കണ്ടുപിടിച്ച് അതിന് ആ സ്റ്റേറ്റിൽ നിങ്ങളുടെ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആ ഓഫീസറോട് നിങ്ങൾ പറഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവരെ ഫോൺ ചെയ്ത് ആ രൂപ തിരികെ കൊടുക്കുക, മോചനം കിട്ടും. സാറേ, ഞാൻ തീർച്ചയായിട്ടും ചെയ്തുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി തരാൻ പറഞ്ഞതാണ്. ദൈവസന്നിധിയിൽ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാം കണക്ക് തീർക്കുന്നൊരു ദിവസമുണ്ട്, എല്ലാം കണക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയട്ടെ, വേഗം എല്ലാം തീർത്തുകൊള്ളുക, കടങ്ങളെല്ലാം തീർത്തുകൊള്ളുക, പാവങ്ങളെല്ലാം പരിഹാരം നേടിക്കൊള്ളുക, കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കരഞ്ഞുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങൾ ഓരോന്ന് എണ്ണി കണ്ടുപിടിച്ചുകൊള്ളുക. ചില പാവങ്ങൾ പിശാച് മറച്ചു പിടിക്കും, നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല, ഓർമ്മ തരില്ല. ചില പാവങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായ പാവമായിരിക്കും, പക്ഷേ അത് സാരമില്ല, നിങ്ങൾ സാരമില്ലെന്ന് തള്ളും. സാരമില്ല, അല്ല, സാരമുണ്ട്. എല്ലാറ്റിനും കണക്ക് തീർക്കുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടി, ന്യായാധിപതിയംഗീകരിഷം ചേർത്ത കടത്താലെൻ തല താഴ്ത്തരുതേ വിധികേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുധിരങ്ങൾ ഇതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. പ്രാർത്ഥിക്കുകയാണ്, മമ എനിക്ക് നൽകുക മുക്തി നൽകുക, എനിക്ക് പാവമോചനം തരിക. കർത്താവേ, എനിക്ക് പാവമോചനം തരണമേ. ന്യായാധിപതിയായ കർത്താവായ യേശു ക്രിസ്തു ന്യായാസനത്തിരിക്കുന്ന ദിവസം ഞാൻ തല താഴ്ത്തി ലജ്ജിച്ചിൽപ്പാൻ ഇടവരരുതേ. എൻ തല താഴ്ത്തരുതേ വിധിയുടെ ഗേഹത്തിൽ, വിധിയുടെ ഭവനത്തിൽ, വിധിയുടെ ശാലയിൽ ഞാൻ വരുമ്പോൾ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി നിൽപ്പാൻ ഇടവരല്ലേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം വിധി ഗേഹത്തിൽ നിന്ന് ചെല്ലും. നാം ലജ്ജിച്ച് തല താഴ്ത്തി ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വചനം വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു കിട്ടും. വിശ്വസിക്കൂ, അടഞ്ഞ വാതിലുകൾ തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തതിൽ വാതിൽ അടഞ്ഞിരിക്കുകയാണ്.
കുറ്റബോധം വരാത്ത വിധത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. പാവബോധം കിട്ടുന്നില്ല, വാതിലടഞ്ഞിരിക്കുന്നു. പാവബോധം കിട്ടുന്നില്ല. വന്നുപോയ പാവം നിങ്ങൾക്കറിയാം, പക്ഷേ അത് നിങ്ങളുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നില്ല. അയ്യോ വന്നു പോയല്ലോ, തെറ്റ് പറ്റിപ്പോയല്ലോ, ആ ചിന്ത വരുന്നില്ല. അത് വന്ന് അനുതാപത്തോടെ കരയണം, കരഞ്ഞ് നെടുവീർപ്പോടെ കരയണം. കർത്താവേ, തെറ്റ് പറ്റിപ്പോയല്ലോ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അബദ്ധം പറ്റിപ്പോയല്ലോ, അപകടം വന്നുപോയല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല പ്രായത്തിൽ ഞാൻ അരുതാത്ത കാര്യങ്ങളിലേക്ക് പോയിപ്പോയല്ലോ. കർത്താവേ, അഴുക്കായ ജീവിതം ഞാൻ നയിച്ചു പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ദൈവത്തിന് സ്തോത്രം. അനേകർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി പാവത്തെയോർത്ത് അനുഭവിക്കുന്നില്ല. പാവത്തെയോർത്ത് അനുഭവിച്ചാൽ, കണ്ണീരോടെ യാചിച്ചാൽ കർത്താവ് ക്ഷമിച്ചു തരും. ഇന്ന് ക്ഷമയുടെ കാലമാണ്, മുക്തി പാവം ലഭിക്കുന്ന കാലമാണ്. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത് ഓർത്തു നോക്കൂ. നിങ്ങൾ ഭാര്യയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? മദ്യപിച്ച് ലക്കില്ലാതെ ആ സാധുവിനെ മർദ്ദിച്ചിട്ടുണ്ടോ? ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ഭർത്താവിനോട് വ്യാജം കാണിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? ആദരിക്കാതിരുന്നിട്ടുണ്ടോ? അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. ജോലി കൃത്യമായി ചെയ്യാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണല്ലോ. ജോലി വിശ്വസ്തമായിരുന്നോ? നിങ്ങളുടെ ജോലി വിശ്വസ്തമായി ചെയ്തോ? സ്വന്തം കാര്യം പോലെ ചെയ്തോ? ഓഫീസിൽ ജോലി ചെയ്യുന്നു, ആ ഓഫീസിൽ സമയം തികച്ച് പോകുക എന്നുള്ളതാണോ നിങ്ങൾ ലക്ഷ്യമായിരുന്നത്? പ്രിയപ്പെട്ടവരെ, അനേകരും ഇന്ന് ജോലിയിൽ വിശ്വസ്തരല്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരല്ല. ജോലി വിശ്വസ്തയില്ലാതെ അവർ സമയം മെനക്കെടുത്തി കളയുന്നു. ആരും ചോദിക്കാനില്ല. വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ചില സംഘടനകളുടെ പിൻബലമൊക്കെ കാണും. അതുകൊണ്ട് പേടിക്കാനില്ലെന്നാണ് അവരുടെ ധാരണ. പ്രിയപ്പെട്ടവർ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുഖപക്ഷം ഉണ്ടാവില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഈ കാലം ഭയത്തോടെ കഴിക്കണം. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തരുത്. പാവം വരരുത്. വന്നുപോയ പാവങ്ങൾ ക്ഷമ ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിലോ അവസാനം നാം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. ന്യായവിസ്താരംഗത്ത് ലജ്ജിച്ച് നിൽക്കുമ്പോൾ പോവുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വരും. പോവുകയും നിന്നെ അറിയുന്നില്ല. ഞാൻ ഭയത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. പോവുകയും നിന്നെ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇവനെ കയ്യും കാലം കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. അത് കേൾക്കേണ്ടി വരും. കയ്യും കാലം കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, ദ ഔട്ടർ ഡാർക്ക്നെസ്സിലേക്ക് തള്ളിക്കളയുക. ഔട്ടർ ഡാർക്ക്നെസ്, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. ദൈവത്തിന് സ്തോത്രം. ഒട്ടേറെ കാര്യങ്ങളോട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ക്രിസ്തു വീണ്ടും വരും. അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞു, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നത് വരാറായി എന്ന്. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യൂദാ പറഞ്ഞു, യൂദായുടെ ലേഖനം ഒരധ്യായം മാത്രമുള്ള ലേഖനത്തിൽ പറഞ്ഞു, കർത്താവ് അനേകായിരം ദൂതന്മാരുടെ അമ്പഴോട് വീണ്ടും വരുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ പറഞ്ഞു, സഭ പറയുന്നു, വിശുദ്ധ പിതാക്കന്മാർ പറയുന്നു, യേശു വീണ്ടും വരും. സംശയിക്കേണ്ട, വീണ്ടും വരും. അന്ന് കണക്ക് തീർക്കും. കണക്ക് നോക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റുമോ? കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ ഞാൻ മുഖശോഭയോടെ നിൽപ്പാൻ തക്കവണ്ണം എൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ, എല്ലാം കഴുകിത്തരണമേ. ദൈവത്തിന് സ്തോത്രം. ആ പാവനിയായ സ്ത്രീ ഇനി പാവം ചെയ്യുന്ന കർത്താവ് പറഞ്ഞപ്പോൾ അവൾ വേച്ച് മന്ദം പോയി. വീട്ടിലെത്തി. അവൾക്ക് സ്വസ്ഥതയില്ല. ഗുരു പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി പാവം ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു വാക്ക് പറയാമായിരുന്നു, ഇല്ല ഇനി ഞാൻ പാവം ചെയ്യില്ല എന്ന് പറയാമായിരുന്നു. നഷ്ടമായി പോയല്ലോ. അത്രയും കരുണ കാണിച്ച് എനിക്ക് ശിക്ഷ ഒഴിവാക്കി തന്ന ആ നല്ല ഗുരുവിനോട് ഒരു വാക്ക് പറയാമായിരുന്നു, ഇല്ല ഞാൻ പാവം ചെയ്യില്ലെന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ലല്ലോ. അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു. അവൾ ആ സ്ഥലത്തേക്ക് വീണ്ടും അവൾ ഏകാഗിയായി നടന്ന് ചെല്ലുകയാണ്. അവിടെ എങ്ങും യേശു ഇല്ല, ശിഷ്യന്മാരും ഇല്ല. ചോദിച്ചു, യേശു എവിടെയാണ്? ആരും ഗവനിച്ചില്ല. ഒരു സ്ത്രീ പരിഭ്രാന്തിയായി വന്ന് യേശുവിനെ അന്വേഷിക്കുന്നു. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ആൾക്ക് മനസ്സിലായില്ല.
പലരോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്നലെ പറയുന്നത് കേട്ടു യേശു ഗലീല ഡിസ്ട്രിക്റ്റിലെ നയീൻ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടു, അങ്ങോട്ടാണ് പോകുന്നതെന്ന് കേട്ടു. നയീൻ പട്ടണത്തിലേക്ക് അവൾ ഓടി. അപ്പോൾ പറഞ്ഞു, ശീമോൻ്റെ പൂമേടയിൽ യേശു ഒരു വിരുന്നിനിരിക്കുന്നുണ്ട് എന്ന് കേട്ടു. പോയി ശീമോൻ്റെ പൂമേട. അവിടെ പരീക്ഷ പ്രമാണികൾ വലിയ മഹാന്മാരൊക്കെ ഇരിക്കുക, പള്ളിപ്രമാണികളൊക്കെ ഇരിക്കുകയാണ്. യേശുവിനെ കാണാൻ അവൾ ബന്ധപ്പെട്ട അകത്തേക്ക് കിടക്കുന്ന ആളുകൾക്ക് ഒരു പുച്ഛത്തോടെ നോക്കി. ഇവൾ കൊള്ളാത്തൊരു സ്ത്രീയല്ലേ, ഈ സ്ത്രീ എന്താ ഇവിടെ വന്നത് എന്നൊക്കെയാണ് ഒരു ഭാവം. എന്നാൽ അവൾ അവരാരെയും നോക്കിയില്ല. അവരുടെ പുച്ഛമോ നോക്കിയില്ല, അവർ പരിഹസിക്കുന്നത് നോക്കിയില്ല, അവർ അവളെ കളിയാക്കുന്നത് പോലെ നോക്കുന്നതൊന്നും അവൾ കണക്കാക്കിയില്ല. അതൊന്നും അവൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവൾക്കൊരാളെ കണ്ടാൽ മതി, ഒറ്റയ്ക്കൊരാളെ. സ്തോത്രം. ആരെയാണത്? യേശുവിനെ. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം തന്ന, ജീവിക്കാൻ എനിക്ക് അനുവാദം തന്ന ഈ യേശുവിനെ കാണണം. അവൾ നോക്കി, വിരുന്നുശാലയിലിരിക്കുന്നവർ നോക്കി. അപ്പോൾ ഒരു ഭാഗത്ത് യേശു ശിഷ്യന്മാരിരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ അങ്ങോട്ട് പാഞ്ഞു ചെന്നു, യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണു. ഭക്ഷണം കഴിക്കാൻ യേശു കാലുകൾ പുറകോട്ട് വെച്ച് നിലത്തിരിക്കുകയാണ്. കാൽക്കൽ അവൾ കണ്ണീരൊഴിക്കാൻ തുടങ്ങി, കണ്ണീരൊഴുകാൻ തുടങ്ങി, ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. അത് ലൂക്കോസിന്റെ 7-ാം അധ്യായത്തിൽ കാണാം. കണ്ണീരോടെ അവൾ കരയാൻ തുടങ്ങി, ഏങ്ങലടികളോടെ. അതാ, ഞാൻ ഇനി പാവം ചെയ്യുകയില്ല, അനേകം പാവങ്ങൾ ചെയ്തു പോയവളാണ്. നീ എന്നോട് കരുണ തോന്നിയല്ലോ, ഞാനിന്ന് ജീവിക്കാൻ കാരണം നിൻ്റെ സന്നിധിയിൽ എന്നെ എത്തിച്ചതാണ്, തിരുമുമ്പാകെ എത്തിച്ചതാണ്. ഞാനിന്ന് ജീവിക്കാൻ അതാണ് കാരണം. എൻ്റെ ശിക്ഷാവിധി ഒഴിവാക്കി തന്നല്ലോ, ഇനിമേൽ ഞാൻ പാവം ചെയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യഥാർത്ഥമായ പശ്ചാത്താപം വന്നത്, യഥാർത്ഥമായ അനുതാപം വന്നു. എത്ര കൊടിയ പാവമാണ് അവൾ ചെയ്തത്, എല്ലാം ക്ഷമിച്ച് കിട്ടി. കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീയെ, നിൻ്റെ അനേകങ്ങളായ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോക, നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് വാത്സല്യത്തോടെ പറയുന്നു, മോനെ, നീ ഇന്ന് നിൻ്റെ പാവത്തെ ഉപേക്ഷിക്കുമെങ്കിൽ, നീ ഇന്ന് അനുതാപത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് വരുമെങ്കിൽ ഞാൻ നിന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കാം. മകളെ, നീ ഇന്ന് അനുതാപത്തോടെ എൻ്റെ അരികിലേക്ക് വരുമെങ്കിൽ ഞാൻ നിന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കാം. എന്തെല്ലാം കുൽസിത പ്രവൃത്തികളാണ് ചെയ്തത്, എന്തെല്ലാം ക്രൂര കർമ്മങ്ങളാണ് ചെയ്തത്, എത്ര കാര്യങ്ങളിലൊക്കെയാണ് ചെയ്തത്. നീ പറഞ്ഞു പോയ കാര്യങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ അനേകം അബദ്ധം പറ്റിയ കാര്യങ്ങൾ, വളരെ ഹീനമായ കാര്യങ്ങൾ, ഒരുപക്ഷെ പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ മ്ലേച്ഛമായ കാര്യങ്ങൾ, എന്തെല്ലാമാണ് നിൻ്റെ ജീവിതത്തിൽ വന്നു പോയത്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിൽ വന്നു വചനം കേട്ടു, എങ്കിലും പിന്നെയും പ്രകടമായ ഭാവത്തിലേക്ക് പോയവർ ഇല്ലേ? ഇവിടെ ഇരിക്കുന്നില്ലേ? ശ്രദ്ധിക്കൂ. ഇല്ലേ? കൂട്ടായ്മയിൽ വന്നു, സത്യവചനം കേട്ടു, വചനത്തിന് മുമ്പിൽ വന്നിരുന്നു, എല്ലാം കേട്ടവരാണ്. പക്ഷെ പിന്നെയും പ്രകടമായ ഭാവത്തിലേക്ക് പോയവർ ഇവിടെ ഇരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിസ്സാരമല്ല. ആത്മീയ ജീവിതം കളിയല്ല. ജീവിതം അത് ഗൗരവമുള്ള ജീവിതമാണ്. ഇതാ, ന്യായവിസ്താരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിവേഗം കഴികൾ പ്രാപിച്ചുകൊള്ളൂ. ഒട്ടും വൈകാതെ നിങ്ങൾ പാവമോചനം പ്രാപിച്ചുകൊള്ളൂ, പാവത്തിൽ നിന്ന് മുക്തി നേടിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതൊരു മഹാസൗഭാഗ്യമാണ്. ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പാവമോചനം കിട്ടുക, വന്നുപോയ പാവങ്ങളെല്ലാം കഴുകി കിട്ടുക. ഓരോന്നോർത്ത് അനുഭവിക്കണം. നിങ്ങൾ ഓരോന്ന് എടുത്തെടുത്ത് ഓർത്ത് അനുഭവിക്കണം. ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം, പിറകിലേക്ക് നോക്കണം. എന്തെല്ലാമാണ് സംഭവിച്ചു പോയത്, എന്തെല്ലാം പ്രവൃത്തിയിലാണ് വീഴ്ച വന്നുപോയത്, ഏതെല്ലാം വാക്കുകളിലാണ് തെറ്റുപറ്റിപ്പോയത്, ഏതെല്ലാം ചിന്തകളാണ് വന്നുപോയത്. ഓരോന്നിങ്ങനെ ചിന്തിക്കുക, ചിന്തിച്ച് തകർന്ന് കരയുക. കർത്താവേ, ക്ഷമിക്കണമേ, നാഥാ പൊറുക്കണമേ. ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ വാസ്തവമായി അനുഭവിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടും. വാസ്തവമായി അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എല്ലാ പാപവും കർത്താവ് കഴുകിത്തരും, എല്ലാം മായ്ച്ചു തരും. ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് പാപങ്ങളെല്ലാം മായ്ച്ചു കിട്ടും. കർത്താവിന് സ്തോത്രം. ബോർഡിൽ അധ്യാപകൻ കുറേയെല്ലാം എഴുതി വെച്ചു, നിറയെ എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ക്ലാസ് വന്നു, ആ അധ്യാപകൻ വന്നപ്പോൾ ഈ എഴുതി വെച്ചതെല്ലാം മായ്ച്ചു കളഞ്ഞു. എന്നതുപോലെ ഇന്ന് നിൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മായ്ച്ചു തരും, പുതിയത് ഒന്ന് എഴുതി തരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് പുതിയത് എഴുതി തരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തു എന്താണ് എഴുതി തരാൻ പോകുന്നത്? ഇത് യഹോവയ്ക്ക് വിശുദ്ധം, ഇവൻ യഹോവയ്ക്ക് വിശുദ്ധൻ, ഇവൾ യഹോവയ്ക്ക് ശുദ്ധിമതി. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ദൈവത്തിന് സ്തോത്രം. ആ വാക്കുകൾ എഴുതി നെറ്റിയിൽ ഒട്ടിച്ചു തരും. ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ദൈവത്തിന് സ്തോത്രം. ആരും കാണുകയില്ല, നെറ്റിയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണുകയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിനക്ക് ഒരു മുദ്ര തരും. സ്വർഗത്തിലെ ദൈവം തൻ്റെ കൃപയാൽ നിൻ്റെ നെറ്റിമേൽ ഈ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി തരും.
ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല പിറയിൽ വേറൊന്നും തരും, നിൻ്റെ ഡിഗ്രി പിറകിൽ എഴുതി തരും. ദൈവത്തിന് എന്താ നിൻ്റെ ഡിഗ്രി? FFCS ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. അതാണ് നിൻ്റെ ഡിഗ്രി. അതാണ് ഫൂൾ, വിഡ്ഢി, ക്രിസ്തുവിന് വേണ്ടി മണ്ടനായവൻ. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തുവിന് വേണ്ടി മണ്ടനായവൻ. അതാണ് നിൻ്റെ ഡിഗ്രി. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ, ചിന്തിച്ചാൽ ഒരു മണ്ടത്തരമല്ലേ? ക്രിസ്തുവിന് വേണ്ടി ഒരു വിഡ്ഢിത്തമല്ലേ ഈ ദൈവത്തിൻ്റെ വേല ചെയ്ത് ഓടി നടക്കുന്നത്? ഒരു വിഡ്ഢിത്തമല്ലേ? ആളുകൾ കളിയാക്കുന്നു, പലരും പരിഹസിക്കുന്നു, മെത്രാച്ചന്മാരും അച്ഛന്മാരും എല്ലാം പരിഹസിക്കുന്നു, അവരെല്ലാം വെറുക്കുന്നു, എതിർക്കുന്നു. ഇതൊരു മണ്ടത്തരമല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. മാന്യമായിട്ട് ജീവിച്ചാൽ പോരെ? ആളുകളുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റ്, അപവാദങ്ങളും എല്ലാം ഏറ്റ്, അപവാദശരങ്ങളേറ്റ് പെടേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാലോ ജീവനുള്ള ദൈവം എഴുതി തരുന്നു FFCS ഫൂൾ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തു നിമിത്തം പോഷൻ. ഇതാണ് എഴുതി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുൻപ് നെറ്റിപ്പട്ടമായി തരുന്നത് എന്താണ്? ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ഈ പദവി കിട്ടണമോ? നിങ്ങളുടെ നെറ്റിമേൽ ഇത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതി കിട്ടണമോ? പരിഹാസം ഉണ്ടാകും, ആളുകൾ പരിഹസിക്കും, ആളുകൾ നിന്നെ പുച്ഛിക്കും. എന്ത് മണ്ടനാണ് ഇവനെന്ന് പറയും. ഇപ്പോൾ ഈ ക്രൂശിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, രക്ഷകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ എന്തൊരു വിഡ്ഢിത്തമാണ് ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം പരിഹസിച്ചാൽ എന്താ കുഴപ്പം? ഒരു കേടുപറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. എത്രയോ പരിഹാസം ഞാൻ ഏറ്റതാണ്. എൻ്റെ കുട്ടികൾ, സ്റ്റുഡൻസ് എന്നെ പരിഹസിച്ചിട്ടുണ്ട്. എന്നെ ദൈവമേ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. ദൈവമേ എന്ന് വലിയ ഭക്തിയോടെയാണ് പറയുന്നത്. പക്ഷേ അതിനെ പരിഹസിക്കാൻ എനിക്കറിയാം. ദൈവമേ നിനക്ക് സ്തുതി എന്നൊക്കെ പറയും. ഞാൻ വരാന്തിയിൽ കൂടി പോകുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ചിലർ പറയും ദൈവമേ സ്തോത്രം സ്തോത്രം എന്ന് പറയും. അതെല്ലാം ഞാൻ കേട്ടു. ഞാൻ തിരിച്ചു നോക്കിയില്ല. ആരാ പറയുന്നത് ഞാൻ ചിന്തിച്ചില്ല. പാവങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ എനിക്കുള്ള നിധി എന്താണെന്ന്, എനിക്ക് കിട്ടിയ നിധി എന്താണെന്ന്. പാവങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാത്തേ ഞാൻ ചിന്തിച്ചുള്ളൂ. ആരോടും എനിക്ക് ഇഷ്ടക്കുറവ് തോന്നിയില്ല, ആരോടും പരിഭവം തോന്നിയില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചിട്ട് പിന്നെ എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ കർത്താവിൻ്റെ വേലയായിട്ട് നടന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വാർദ്ധക്യത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായി കർത്താവെ ആക്ഷേപങ്ങളേറ്റു, പരിഹാസങ്ങളേറ്റു, അപവാദങ്ങളേറ്റു. പക്ഷേ സമാധാനം നീ തന്നല്ലോ കർത്താവെ, സമാധാനം തന്നല്ലോ. ഇന്ന് സമാധാനം കർത്താവ് തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ സമാധാനം വാങ്ങിക്കൊണ്ട് പോകാം. ഇത് യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് പാവങ്ങളെല്ലാം മാഞ്ഞു കെട്ടിയാൽ നിങ്ങൾക്ക് പോകാം. അതിനെന്താണ് വേണ്ടത്? യേശു ക്രിസ്തുവിന് തിരുരക്തമെന്ന് കഴുകും. അതിന് നിങ്ങളുടെ കണ്ണീര് യേശുവിൻ്റെ കാൽക്കൽ വീഴണം. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, അപകടത്തിൽ വീണുപോയി, രക്ഷപ്പെടാൻ മാർഗ്ഗം കാണുന്നില്ല, ഒരു പോകാൻ വഴിയുമില്ല, എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ്. മോനെ നീ വിശ്വസിക്കൂ, യേശു സ്നേഹം മാത്രമാണ്. മോളെ നീ വിശ്വസിക്കൂ, യേശു സ്നേഹം മാത്രമാണ്. സ്നേഹമായ യേശു ഇന്ന് സ്നേഹമായി എൻ്റെ അരിയിലേക്ക് വന്നുകൊണ്ട് നിന്നോട് ആർദ്രതയോടെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നിനക്ക് ഞാൻ പുതിയ ഒരു മുദ്ര തരാം. ഇത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന്. സ്തോത്രം. ഇത്രയും കാലം അശുദ്ധി പറ്റിയ ജീവിതം, ഇത്രയും കാലം കേടുപറ്റിയ ജീവിതം, ഇത്രയും കാലം അഴുക്ക് പറ്റിയ ജീവിതം, എന്നാൽ ഇന്ന് പറയുന്നു ഇത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി തരുന്നുവെന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ മുദ്ര? വേണമോ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള ഈ മുദ്ര പാലിച്ചുകൊണ്ട് പോകണമോ? സാധിക്കും. പേടിക്കേണ്ട, ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. പക്ഷേ നിങ്ങൾ ദുഃഖിക്കണം. കഴിഞ്ഞ കാലത്ത് ഒന്നുപോയ പാവങ്ങൾ എന്തെല്ലാമാണ് ഒന്നുപോയത്. ഓരോന്നോരോന്ന് ചകഞ്ഞെടുത്ത് കരഞ്ഞ് ദൈവത്തിന് അനുഭവിക്കുമ്പോൾ അനുതാപികളിൽ കനിയുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ കനിയുകയും പാപങ്ങൾ ക്ഷമിച്ചു തരികയും ചെയ്യും. അതിനാണ് അവൻ കുരിശിൽ മരിച്ചത്. നിങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷയെല്ലാം ഏറ്റുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നത്. ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുക. അവൻ നിങ്ങളുടെ പാവമെല്ലാം അവൻ വഹിച്ചിരിക്കുന്നു, എല്ലാം വഹിച്ചിരിക്കുന്നു. വിശ്വസിക്കുക. വെറും പ്രസംഗം കേൾക്കുന്ന പോലെ അല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ നോക്കുക, ക്രൂശിലേക്ക് നോക്കുക. അവിടെ ഇതാ അവൻ വേദനയുടെ തൻ രൂപമായി കിടക്കുന്നു, വേദനയുടെ പ്രതിരൂപമായി അവൻ കിടക്കുന്നു, വേദനയുടെ മൂർത്തിമദ്ഭാവമായി അവൻ കിടക്കുന്നു, വേദനിച്ച് പെടഞ്ഞു കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുഖത്ത് തുപ്പലേൽക്കുമ്പോഴും കണ്ണ് തടിയേൽക്കുമ്പോഴും രോമങ്ങൾ കവിളത്തുനിന്ന് പിടിയെടുക്കുമ്പോഴും രോമകോപങ്ങൾ രക്തം വന്നറിയുമ്പോഴും തലയിൽ മുൾമുടി വെച്ച് അടിക്കുമ്പോഴും എല്ലാം അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്. പക്ഷേ അവന് ഒരു പരിഭവമില്ല, ചെയ്തവരുടെ പരിഭവമില്ല. അയ്യോ ഇതെന്താണിത്, എനിക്കാണെങ്കിൽ പരിഭവം വരുമല്ലോ, എനിക്കാണെങ്കിൽ ഇഷ്ടക്കറിവ് വരുമല്ലോ എൻ്റെ കർത്താവേ. എന്നാൽ യേശുവിന് ഇഷ്ടക്കുറവ് വന്നില്ല. യേശു വേദന സഹിച്ചുകൊണ്ട് പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതേ എന്ന് ഇവരറിയാതെ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ സ്നേഹസ്വരം ഇന്ന് നിങ്ങളുടെ കാതുകൾ മുഴങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. കർത്താവ്
കർത്താവേ, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവിതാ ഞാൻ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, വന്നു പോയതെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ, കഴുകി തരണമേ. പാപക്കറകളെല്ലാം കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ. എൻ്റെ യേശുവേ, എന്നെ നിൻ്റെ മകളാക്കി തീർക്കണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം, ഞാൻ നിൻ്റെ വക. പറയുമോ നിങ്ങളിപ്പോൾ? നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുമോ? ഉള്ളത്തിൽ നിന്ന് വേദനയോട് പറയുമോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. പറയൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. തലകളെ ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിനോട് മാത്രം നിങ്ങൾ പറയുക. അരികത്ത് നിൽക്കുന്ന യേശുവിനോട് പറയുക. നിങ്ങളുടെ ഹൃദയം കാണുന്ന യേശുവിനോട് പറയുക. ഉള്ളറിയുന്ന യേശുവിനോട് പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. പഴയതുപോലല്ല. ഐ വിൽ നെവർ ബി ദ സെയിം. ഇനി പഴയതുപോലെ ആയിരിക്കില്ല കർത്താവേ. ഐ വിൽ നെവർ ബി ദ സെയിം. പഴയതുപോലെ ഞാൻ ആയിരിക്കില്ല കർത്താവേ. ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. യേശുവിനോട് നിങ്ങൾ പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് യേശുവിനെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങൂ. തീരുമാനമുള്ളവർ മാത്രം ഇപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. കരുണയുള്ള കർത്താവേ, എന്നോട് മനസ്സലിയണമേ. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഇന്നു മുതൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിതം നയിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവേ, മനസ്സറിയണമേ, തോന്നണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത സമയങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളെല്ലാവരെയും അത് കാണണമേ കർത്താവേ. ഈ മക്കളോട് മനസ്സറിയണമേ കർത്താവേ. അനുഭവിച്ചവരുടെ മേൽ തൃക്കരം വെക്കണമേ കർത്താവേ. നാഥ, തീരുമാനമെടുത്തവരുടെ നെറ്റിമേൽ അവിടുത്തെ മുദ്ര പതിയണമേ കർത്താവേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. തിരു രക്തത്താളുടെ കഴുകൾ തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണം. രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. കാര്യങ്ങളെ താഴ്ത്തിയിടാം.